എന്തായാലും ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും തന്റെ ദൗത്യം തന്റെ കർത്തവ്യം അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. യാത്ര സുഖമമായി മുന്നോട്ട് പോകട്ടെ. മറ്റൊന്ന്, നമ്മളെല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഡോക്ടർ ഉണ്ടാകുമല്ലേ? അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ ആ ഡോക്ടറെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ അസുഖം മാറിയേനെ, അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് കണ്ടാൽ പൂർണ്ണമായി അസുഖം മാറുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പനിച്ചു വിറച്ചിരിക്കുകയായിരിക്കും, ഡോക്ടറെ ഒന്ന് കണ്ടാൽ ഒരുപക്ഷെ പനി മാറുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകരൊക്കെ സ്വയം ചിന്തിക്കുന്നുണ്ടാകുമല്ലേ, എനിക്കും അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് എന്നുള്ളത്. അതേപോലെ ഒരു ഡോക്ടറുണ്ട്, അത് മറ്റാരുമല്ല, ജോസ് ഡോക്ടറാണ്. ഈ ജോസ് ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും അസുഖം വരുമ്പോൾ പട്ടാമ്പിക്കാരെല്ലാവരും ഒന്നടങ്കം ചിന്തിക്കുന്ന ഒരാളാണ്. പട്ടാമ്പിക്കാരുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 4 പതിറ്റാണ്ട് കാലം ഒരു നാടിന് ആരോഗ്യ പരിപാലനം നൽകിയ പട്ടാമ്പിക്കാരുടെ ജോസ് ഡോക്ടർ വിട പറഞ്ഞിട്ട് 1 വർഷമാകുമ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ആ കുടുംബം. ചികിത്സയുടെ പ്രതിഫലം ചോദിച്ചു വാങ്ങാത്ത ജോസ് ഡോക്ടർ രോഗികൾക്ക് എന്നും ദൈവതുല്യനായിരുന്നു. എന്താടോ പറ്റിയത് എന്ന ഒറ്റ ചോദ്യത്തിൽ പകുതി ആശ്വാസമാകും. അതായിരുന്നു പട്ടാമ്പിയുടെ ജോസ് ഡോക്ടർ. അസുഖത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഡോക്ടർ ജനകീയനായി മാറി. പ്രതിഫലം ഇത്ര വേണമെന്ന് നിശ്ചയിക്കാത്ത, കൊടുക്കുന്നത് എത്രയോ അതിൽ നോക്കുക പോലും ചെയ്യാത്ത ജോസ് ഡോക്ടർ പുതിയ കാലത്തെ ഡോക്ടർമാർക്ക് മാതൃക കൂടിയായിരുന്നു. ആർക്കും ചികിത്സ തേടി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ കഴിയുന്നതാണ്. മാത്രമല്ല ഭയങ്കര ഒരു സാന്ത്വനം നൽകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഫീസ് യാതൊരു തരത്തിലും പ്രശ്നമില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു മികച്ച ഡോക്ടറായിരുന്നു. അതിനുശേഷം ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് അദ്ദേഹം മാറി. വലിയൊരു ജനവിഭാഗത്തിന്റെ മിഴി നനയിച്ച് ജോസ് ഡോക്ടർ വിട വാങ്ങിയിട്ട് 1 വർഷം പിന്നിടുമ്പോഴും ഇന്നും പല വീടുകളുടെയും അകത്തളങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള മഷി കൊണ്ടുള്ള ഡോക്ടറുടെ മരുന്ന് കുറിപ്പടികൾ സൂക്ഷിച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ പട്ടാമ്പിക്കാർ ആദ്യം ഓടിയെത്തുന്നത് ജോസ് ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. ജോസിനെ കണ്ടാൽ മതി, അസുഖം മാറുമെന്ന് അക്കാലത്ത് നാട്ടിൻപുറത്ത് ഒരു വർത്തമാനം കൂടിയുണ്ടായിരുന്നു. ആ ഓർമ്മകൾ നിലനിർത്താനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിലകൊള്ളാനുമായാണ് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജോസ് പുളിക്കൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. ജോസ് ഡോക്ടറിന്റെ ആഗ്രഹമായ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വികസനവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം നൽകി കരുതലാകാനുമാണ് ഫൗണ്ടേഷൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാര്യങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അപ്പച്ചൻ്റെ പേഷ്യൻസിനും ബാക്കി ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ മെഡിക്കൽ സഹായം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അത് നമ്മുടേതായ രീതിയിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യും. തൃശൂർ മണ്ണമ്പേട്ടയിൽ ജനിച്ച അദ്ദേഹം 41 വർഷം പട്ടാമ്പിയിലായിരുന്നു താമസം. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ദീർഘകാലം സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. 49 വർഷമാണ് ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചത്. മുഴുവൻ സമയം രോഗികൾക്ക് വേണ്ടി നിലകൊണ്ട ജോസ് ഡോക്ടർ യാത്രയായപ്പോൾ ഒരു നാട് മുഴുവൻ ചിന്തിച്ചത് ഒന്ന് മാത്രമായിരുന്നു: അസുഖം വന്നാൽ ഇനി എവിടേക്ക് ഓടിച്ചെല്ലും? വെറുമൊരു ഡോക്ടറെയല്ല ജനങ്ങൾക്ക് നഷ്ടമായത്, നീട്ടിവലിക്കുന്ന ശ്വാസത്തിനിടയിൽ രോഗം നിർണയിക്കാൻ സാധിക്കുമെന്ന ജനങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാണ് ഇല്ലാതായത്. ന്യൂസ് 18 പട്ടാമ്പി.